ആഡംബര ജീവിതത്തിനാണ് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ചെലവഴിച്ചതെന്ന് കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസ് പ്രതി അഖിൽ സി വർഗീസിന്റെ മൊഴി. 3 ലക്ഷം രൂപ വരുന്ന ആഡംബര ബൈക്ക് വാങ്ങി. പുതിയ കാറും 7.5 സെന്റ് ഭൂമിയും ഇയാൾ സ്വന്തമാക്കി. വീടിന്റെ ചുറ്റുമതിൽ പണിതതും തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണം ഉപയോഗിച്ചെന്നും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഇന്നലെയാണ് അഖിലിനെ കോട്ടയം വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഈ തട്ടിപ്പിന് ഉപയോഗിച്ച പണം ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളത് കോട്ടയത്തുകാരുടെ നാളുകളായുള്ളൊരു ചോദ്യം സംശയവുമായി. അതിനിപ്പോൾ ഒരു ഉത്തരം വരുന്നു. ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്? സൈഫുദ്ദീൻ, ചോദ്യം ചെയ്യലിലെ പ്രാഥമിക വിവരങ്ങളാണ് നാം ഇപ്പോൾ പങ്കുവെക്കുന്നത്. പ്രധാനമായും 2.39 കോടി രൂപ തട്ടിയെടുത്ത പണം ആഡംബര ജീവിതത്തിനാണ് താൻ ഉപയോഗിച്ചതെന്നാണ് പ്രതി അഖിൽ സി വർഗീസിന്റെ മൊഴി. ഇന്നലെയാണ് ഇയാളെ കൊല്ലത്തുള്ള ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായും ആഡംബര ജീവിതം എന്നതിൽ പോലീസ് പറയുന്നത് 3 ലക്ഷം രൂപ വിലയുള്ള ബൈക്കുകൾ, അതോടൊപ്പം തന്നെ കാറ്, വീടിന്റെ അറ്റകുറ്റപ്പണികൾ, 7 സെന്റ് ഭൂമിയോളം മങ്ങാട് എന്ന സ്ഥലത്ത് വാങ്ങി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ മദ്യപാനമടക്കമുള്ള ചില സൗഹൃദങ്ങളുമൊക്കെയും ഇയാൾ ഉണ്ടായിരുന്നു. അതിനായുമൊക്കെയും പണം ചെലവഴിച്ചിരുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നത്. കൂടാതെ ഡിജിറ്റൽ ഇടപാടുകളൊന്നും നടത്താതെ പണം കൈവശം സൂക്ഷിച്ച് ഉപയോഗിക്കുകയായിരുന്നു. പലയിടങ്ങളിലും ഒളിവിൽ താമസിച്ചു. നേരത്തെ ഇയാളെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച ശ്യാം എന്ന സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ വീട്ടിൽ പിന്നീടും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഏറ്റവും ഒടുവിലാണ് വിജിലൻസിനെ കൈമാറിയത്. ഏറെ നാളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അടക്കം നിരീക്ഷണത്തിലായിരുന്നു. കുടുംബാംഗങ്ങളൊക്കെയും ഒറ്റപ്പെടുത്തിയതോടെ തനിച്ചുള്ള ജീവിതമായിരുന്നു ഇയാൾ നയിച്ചിരുന്നത്. എന്തായാലും തട്ടിയെടുത്ത പണം ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വിജിലൻസിന് വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ കോട്ടയം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. സൈഫുദ്ദീൻ.